അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ പൊതുപരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ പൊതുപരീക്ഷയ്ക്ക് വന്ന ദുറൂസുൽ ഇഹ്സാനിലെ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ആൻസർ ചെയ്യുന്നത്. ശ്രദ്ധയോടെ കേൾക്കുക, ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുക, അതുപോലെ പാഠഭാഗങ്ങളിലെ മുഴുവൻ ഭാഗങ്ങളും പഠിക്കണം. ഒന്നാമത്തെ ചോദ്യം, ഈമാനിൻ്റെ മാധുര്യത്തെ എത്തിക്കുന്ന കാര്യങ്ങൾ ബ്രാക്കറ്റിൽ 3 ആകുന്നു. അതാണ് കറക്റ്റ്. ആ 3 കാര്യങ്ങളും ഏതൊക്കെയെന്ന് പഠിച്ചു വെക്കണം കേട്ടോ. 2, കാണപ്പെടുന്നവയെ കേൾക്കുന്നവൻ അല്ലാഹു. 3, സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ശുഹദാ. 4, നബിതങ്ങളിൽ നിന്ന് ദീൻ പഠിച്ചവരാണ് സ്വഹാബികൾ. 5, ഏറ്റവും വിനാശകരമായ അവയവമാണ് നാവ്. അടുത്ത ശരി അടയാളപ്പെടുത്താനാണ്. ഒരു ദിവസം കുറഞ്ഞത് എത്ര മണിക്കൂർ ഉറങ്ങണം? 6. 2, മുഅ്മിനിന്റെ ആയുധമാണ് ദുആ. 3, ലാ യദ്ഖുലുൽ ജന്നത ബ്രാക്കറ്റിലുണ്ട് ഖാതിഉൻ. 4, നോമ്പ് സുന്നത്തുള്ള ദിവസമാണ് വെള്ളി, ബുധൻ, വ്യാഴം. ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, വ്യാഴം. വേറെയും ദിവസങ്ങളുണ്ട് കേട്ടോ, അത് നോക്കണം. 5, 2 വർഷത്തെ ദോഷം പൊറുപ്പിക്കുന്ന നോമ്പാണ് സൗമു അറഫ. അറഫ ദിനത്തിലെ നോമ്പ്. വ്യക്തമാക്കാം. അല്ലാഹു തആല അനുഗ്രഹിച്ചവർ നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ. 2, വിശ്വാസപരമായ ത്വരീഖത്തുകൾ അശ്അരി, മാതുരിദി. 3, ബാങ്ക് കേൾക്കുമ്പോൾ ചെയ്യേണ്ടത് ബാങ്കിന് ഇജാബത്ത് കൊടുക്കണം. 4, പുണ്യം കൂടിയ പള്ളികൾ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ. 5, സ്വർഗത്തോപ്പിൽപ്പെട്ട 2 സ്ഥലം സ്വർഗീയ ആരാമങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതന്നെയാണ് സ്വർഗത്തോപ്പിൽപ്പെട്ട 2 സ്ഥലം. 1 റൗള ഷരീഫ, 2 മജ്ലിസുൽ ഇൽം, ഇൽമിന്റെ മജ്ലിസ്. സ്വബർ എന്നാൽ എന്ത്? ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൻ്റെ മേൽ അതിനെ ബന്ധനം ചെയ്യലാണ് ക്ഷമ. ആ നിർവചനം പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, ഉത്തരം എഴുതാം. 1, ദുആ എന്നാൽ എന്ത്? തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ സർവശക്തനായ അല്ലാഹുവിനോട് അപേക്ഷിക്കലാണ് ദുആ. ഉറക്കം ഓർമ്മപ്പെടുത്തും എന്തിനെ? ഉറക്കം മരണത്തെയും പരലോക ജീവിതത്തെയും ഓർമ്മപ്പെടുത്തും. ഭാര്യയുടെ കടമ എന്ത്? ഭർത്താവിനെ പൂർണ്ണമായി അനുസരിക്കലാണ് ഭാര്യയുടെ കടമ. ഖൽബിനെ കഠിനമാക്കും ഏത്? ഹൃദയത്തെ കഠിനമാക്കും ഏത്? ദിക്ർ അല്ലാത്ത സംസാരം അധികരിപ്പിക്കൽ ഹൃദയത്തെ കഠിനമാക്കും. അല്ലാഹു ബന്ധം പുലർത്തും ആരോട്? ഉത്തരം, കുടുംബബന്ധം ചേർക്കുന്നവരോട്. സമസ്ത രൂപീകരിച്ചത് എന്തിനാണ്? 20ാം നൂറ്റാണ്ടിൽ സിറാത്തുൽ മുസ്തഖീം ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് സമസ്ത രൂപീകരിച്ചത്. കുടുംബജീവിതം സന്തോഷകരമാവാൻ എന്ത് വേണം? പരസ്പര സ്നേഹവും വിട്ടുവീഴ്ച മനോഭാവവും ഉണ്ടാവണം. അടുത്തത് കണ്ടെത്താം. മിഅ്റാജ് രാവ് റജബ് 27 രാവ്, റജബ് 27. അയ്യാമു തശ്രീഖ് ദുൽഹിജ്ജ 11, 12, 13. അറഫ ദിവസം ദുൽഹിജ്ജ 9. ബറാഅത്ത് രാവ് ശഅബാൻ 15. സാരം എഴുതുക. വമൻ യുഅദ്ദിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആരെങ്കിലും അല്ലാഹുവിൻ്റെ ഷിആറുകളെ ബഹുമാനിച്ചാൽ, അല്ലാഹുവിൻ്റെ അടയാളങ്ങളെ ബഹുമാനിച്ചാൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിൻ്റെ തഖ്വയിൽപ്പെട്ടതാണ്. 2, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, ഞങ്ങളെ നേരായ മാർഗത്തിൽ ചേർക്കണമേ. അടുത്തത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയസിൽ റഹിമഹു. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ.
ഇത് 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇനി 2022 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 2022 ക്വസ്റ്റ്യൻ 1. ഖുർആനിന്റെ വിശദീകരണമാണ് എന്ത്? നബിചര്യ. 2. സ്വഹാബികൾക്ക് മുന്നിൽ ഒരു നേർരേഖ വരച്ചു കാണിച്ചു ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. 3. അമ്പിയാക്കളേക്കാൾ മഹോന്നതരാണ് മുർസലുകൾ. കുടുംബത്തിന്റെ തുടക്കം വിവാഹം. 5. 4 കാര്യങ്ങൾ ഒരാളിലുണ്ടായാൽ ഇരുലോക നന്മ അവന് നൽകപ്പെട്ടു. അതിൽ ഒന്നാണ് നന്ദിയുള്ള ഖൽബ് അല്ലെങ്കിൽ ഹൃദയം. 6. മസ്ജിദുൽ ഹറാമിലെ നിസ്കാരത്തിന്റെ പ്രതിഫലം 10,000 കോടി. ഇനി കണ്ടെത്താം. മിഅ്റാജ് രാവ് റജബ് 27, താസുആ ദിവസം മുഹറം 9. നബിതങ്ങൾ ബാക്കി വെച്ചു പോയ 2 കാര്യം ഖുർആനും നബിചര്യയും. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തും സിറാത്തുൽ മുസ്തഖീമും പുതിയ തലമുറക്ക് കേരളത്തിൽ കാണിച്ചു കൊടുത്ത സംഘടന ഏത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ. നിത്യവും ദുആ ചെയ്യൽ വാജിബാണ് ഏത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ആര് പറഞ്ഞു? മൻ വസലക്കി വസലത്തുഹു വമൻ ഖതഅക്കി ഖതഅതുഹു. അല്ലാഹു പറഞ്ഞു. 2. അയൽവാസികളോട് നല്ല നിലയിൽ വർത്തിക്കാനും അവർക്ക് ഗുണം ചെയ്യാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഇത് ആര് പറഞ്ഞതാണ്? അത് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അയൽവാസി എന്ന പാഠത്തിൽ പറയുന്നുണ്ട്. അടുത്തത് 3. അവിടുന്ന് എൻ്റെ മേൽ ഏറ്റവും ഭയപ്പെടുന്ന വസ്തു ഏതാകുന്നു? ഇത് സുഫിയാൻ ഇബ്നു അബ്ദുള്ളയാണ് നബിയോട് ചോദിച്ചത്. അപ്പോൾ ഇത് പറഞ്ഞതാരെച്ചാൽ സുഫിയാൻ ഇബ്നു അബ്ദുള്ള. നീ പറഞ്ഞ വാക്ക് സമുദ്രവെള്ളത്തിൽ കലർത്തിയാൽ ആ വെള്ളം പകർച്ചയാകും. ഇത് ആര് പറഞ്ഞതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. സഫിയ ബീവിനെ പറ്റി പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. ഉത്തരം എഴുതാം. ഇസ്തിഗ്ഫാർ കൊണ്ട് നേടാം എന്ത്? ഇഹപര വിജയം. മുഅ്മിനിന്റെ ആയുധമാണ് എന്ത്? ദുആ, പ്രാർത്ഥന. ഉറങ്ങാൻ ഉചിതമല്ലാത്ത സമയം ഏത്? ഫജ്ർ വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയും അസറിന് ശേഷവും ഉറങ്ങരുത്. ഹൃദയത്തെ കഠിനമാക്കും എന്ത്? ദിക്റല്ലാത്ത സംസാരം അധികരിപ്പിക്കൽ ഹൃദയത്തെ കഠിനമാക്കും. ദുആ എന്നാൽ എന്ത്? തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ സർവശക്തനായ അള്ളാഹുവിനോട് അപേക്ഷിക്കലാണ് ദുആ. കുടുംബബന്ധം ചേർക്കുന്നവനുള്ള 2 ഗുണങ്ങൾ: ആയുസ് വർദ്ധിക്കും, റിസ്ക് വിശാലമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് റൗള ഷരീഫ്. സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം? റളിയല്ലാഹു അൻഹു. ഒരു സ്വഹാബിന്റെ പേര് നോക്കിയാൽ മതി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉറക്കം ഓർമ്മപ്പെടുത്തും എന്തിന്? മരണത്തെയും പരലോക ജീവിതത്തെയും. നമ്മുടെ ഈമാൻ കരുത്തുറ്റതാകും എപ്പോൾ? അള്ളാഹു നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധമുണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ കരുത്തുറ്റതാകുന്നത്. വ്യക്തമാക്കാം. ബറാഅത്ത് രാവ് ഷാബാൻ 15. ലൈലത്തുൽ ഖദറിന്റെ പുണ്യം 1000 മാസങ്ങളേക്കാൾ പുണ്യം. 4 മദ്ഹബുകൾ ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. ഏറ്റവും പുണ്യമുള്ള പള്ളി മസ്ജിദുൽ ഹറാം. മസ്ജിദുൽ നബവി, മസ്ജിദുൽ അക്സ, ഈ 3 പള്ളികൾക്ക് പുണ്യമുണ്ട്. അതിൽ ശ്രേഷ്ഠമായത് മസ്ജിദുൽ ഹറാം. അടുത്ത ചോദ്യം: ഒരു നിസ്കാരത്തിന് 1000 നിസ്കാരങ്ങളുടെ പ്രതിഫലം ലഭിക്കുന്ന പള്ളി മസ്ജിദുൽ അക്സ. സാരം എഴുതുക. അർത്ഥം എഴുതാനാണ്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് ചോദിക്കുക, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകും. തുക്സിർനൽ ലഅന വതക്ഫുർനൽ അശീറ.
നമ്മുടെ ഇസ്തിഗ്ഫാർ എന്ന പാഠത്തിൽ അവസാനത്ത് വലിയൊരു ഹദീസ് പറയുന്നുണ്ട്. ആ ഹദീസ് മുഴുവനും പഠിക്കണം, അതിൻ്റെ അർത്ഥവും പഠിക്കണം. ആ ഭാഗത്തിൽ പറയുന്നുണ്ട്, തുക്സിർനൽ ലഅന വതക്ഫുർനൽ അശീറ, ശാപം അധികരിപ്പിക്കുകയും ഭർത്താവ് ചെയ്ത ഗുണങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നവരാണ് അവർ. അപ്പോൾ ഓരോ പാഠത്തിലെയും ഹദീസുകളും അതിൻ്റെ അർത്ഥങ്ങളും പ്രത്യേകം മനസ്സിലാക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. അടുത്തത് 2023 വന്ന ചോദ്യം, അതും ബ്രാക്കറ്റിൽ നിന്ന് എഴുതാനാണ്. ഇന്നമ യുവഫ സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ഖൈറിൻ്റെ വഴികളിൽ പെട്ടതാണ്. ഒരുപാട് വഴികൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് കുടുംബബന്ധം ചേർക്കൽ, ഒരു കൊല്ലത്തെ ദോഷം പൊറുപ്പിക്കുന്ന നോമ്പ്, ആഷൂറാ നോമ്പ്, നരബാധിച്ച മുസ്ലിമിനെ ആദരിക്കൽ, അള്ളാഹുവിനെ ആദരിക്കുന്നതിൽ പെട്ടതാണ്. സലാസുൻ മൻ കുന്ന ഫീഹി വജദ, 3 കാര്യങ്ങൾ എത്തിച്ചാൽ വജദ ഹലാവത്തൽ ഈമാൻ, ഈമാന്റെ മാധുര്യം എത്തിച്ചത്. അടുത്ത ശരി അടയാളപ്പെടുത്താനാണ്. ഖുർആനിന്റെ വിശദീകരണമാണ് നബിചര്യ. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, ഏറ്റവും വിനാശകരമായ അവയവമാണ് ലിസാൻ, നാവ്. ഒരു ദിവസത്തെ കുറഞ്ഞ ഉറക്കം 6 മണിക്കൂർ. ദുആ മുഅ്മിനിന്റെ സിലാഹുൽ, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, ഹദീസ് പഠിച്ചിട്ടുണ്ട്, ആയുധമാണ്. ബറാഅത്ത് രാവ്, ശഅബാൻ 15 രാവ്. മൻ വസലക്കി വസൽതുഹു, പിന്നെ ആദരിക്കപ്പെടേണ്ടവയിൽ ഏറ്റവും പ്രധാനമാണ് ഖുർആൻ. ഏറ്റവും പുണ്യമുള്ള മസ്ജിദ് മസ്ജിദുൽ ഹറാം. 3 പള്ളികളുണ്ട്, അതിൽ ഏറ്റവും പുണ്യമുള്ളത് മസ്ജിദുൽ ഹറാം. ഇന്നി ല അസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി 100 മർറ, അള്ളാഹുവിനോട് ദിവസവും ഞാൻ പൊറുക്കലിനെ തേടിയിരുന്നു എന്ന് നബി പറയുന്നുണ്ട്. 100 മർറ, 100 പ്രാവശ്യം. സഹാബികളുടെ പേര് കേൾക്കുമ്പോൾ പറയണം എന്ത്? റളിയല്ലാഹു അൻഹു. ഇസ്തിഗ്ഫാർ കൊണ്ട് നമുക്ക് നേടാം എന്ത്? ഇഹപര വിജയം. ദുആ എന്നാൽ എന്ത്? അടുത്ത ചോദ്യം, ദുആ എന്നാൽ എന്ത്? പ്രാർത്ഥന. തന്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ സർവശക്തനായ അള്ളാഹുവിനോട് അപേക്ഷിക്കലാണ് ദുആ. ദിക്റല്ലാത്ത സംസാരം കഠിനമാക്കും എന്തിന്? ഹൃദയത്തെ, ഖൽബിനെ. 4 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള രാവ് ലൈലത്തുൽ ഖദർ. 5 ഗീബത്ത് എന്നാൽ എന്ത്? ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് അദ്ദേഹത്തെക്കുറിച്ച് പറയലാണ് ഗീബത്ത്. 6 ഭാര്യയുടെ കടമ എന്ത്? ഭർത്താവിനെ പൂർണ്ണമായി അനുസരിക്കലാണ് ഭാര്യയുടെ കടമ. 7 ഗുണവും തെറ്റുമില്ലാത്ത സംസാരം ഒഴിവാക്കുന്നതിന്റെ വിധി, സുന്നത്ത്. 2 പ്രതിഫലമുള്ള സ്വതക്ക ഏത്? കുടുംബക്കാർക്ക് സ്വതക്ക ചെയ്താൽ. കണ്ടെത്താം. ആശുറ ദിനം, ആശുറ ആണ്, മുഹറം 10. ഈമാനുമായി ബന്ധപ്പെടുത്തിയ അഖ്ലാഖുകളിൽ പെട്ടതാണ് അയൽബക്ക ബന്ധം. അത് ജീറാൻ എന്ന പാഠത്തിലുണ്ട്. ഈമാനുമായി ബന്ധപ്പെടുത്തിയ അഖ്ലാഖുകളിൽ പെട്ടതാണ് അയൽബക്ക ബന്ധം. ഓരോ പേജുകളും വായിച്ച് മനസ്സിലാക്കണം. ചില പൂരിപ്പിക്കാനുള്ളതൊക്കെ ഉള്ളിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. വിശ്വാസപരമായ 2 ത്വരീഖത്തുകൾ, അശ്അരി, മാതുരീദി. അള്ളാഹു അനുഗ്രഹിച്ചവർ ആരെല്ലാം? നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നിയമങ്ങൾ ക്രോഡീകരിച്ചു ആര്? മുജ്തഹിദുകളായ പണ്ഡിതന്മാർ. അടുത്തത് പൂരിപ്പിക്കാം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. അത് അദ്ദുആ എന്ന പാഠത്തിലുണ്ട്. പൂരിപ്പിക്കാം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അടുത്തത് മൻ യദ്മൻ ലീ മാ ബൈന ലഹിയൈഹി വമാ ബൈന റിജ്ലൈഹി അൽമനു ലഹുൽ ജന്ന. അത് ഹിഫ്ലുൽ ലിസാൻ എന്ന പാഠത്തിൽ തദ്രീബാത്തിൽ കൊടുത്തൊരു ഹദീസാണ്. അർത്ഥം പാഠഭാഗത്തിലുണ്ട്, എല്ലാം പഠിച്ചു വെക്കുക. വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അടുത്ത ഒരു ആയത്താണ്. വമൻ യുഅല്ലിം
ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. തഅലീം എന്ന പാഠത്തിൽ പറയുന്നുണ്ട്. അടുത്ത തെറ്റ് തിരുത്താം. അക്ഷരത്തെറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇസ്തിഗ്ഫാർ, അവിടെ ചെറിയൊരു തെറ്റുണ്ട് എന്നതുപോലെ അസ്റാത്തുൽ മുസ്തഖീം ഖാഫ്, പിന്നെ മിഅ്റാജ് രാവ്, ബറാഅത്ത് രാവ്. 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ മുഴുവനും പഠിച്ചു തീർക്കുക. അല്ലാഹു ഉന്നത വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.